മലപ്പുറം വളാഞ്ചേരിയിൽ വീണ്ടും ഈ വർഷവും നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ റെഗുലറായി നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒവ്വാൽ കടിച്ചതോ ഒവ്വാൽ ചപ്പിയതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫലവർഗ്ഗങ്ങൾ കഴിക്കുന്നതിലൂടെയാണ് ഈ അസുഖം മറ്റുള്ളവരിലേക്ക് പകരുന്നത്. ഒരാളിൽ നിന്ന് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അതിൻ്റെ സ്രവം ശ്വസിക്കുന്നതിലൂടെ വേറെ മറ്റു പല ആൾക്കാർക്കും ഇത് ബാധിക്കാനിട വരുത്തുന്നുണ്ട്. സാധാരണ വൈറൽ പനി വരുമ്പോഴുണ്ടാകുന്ന പനി, ജലദോഷം, തുമ്മൽ, തൊണ്ടവേദന, ശ്വാസം മുട്ട് മുതലായ ലക്ഷണങ്ങളും അതുകൂടാതെ മസിലിൻ്റെ വിറയൽ, സ്ഥലകാല ബോധമില്ലാതെയുള്ള വർത്തമാനം, പെരുമാറ്റങ്ങൾ, അപസ്മാരം മുതലായ ലക്ഷണങ്ങളും ഇതിന് വരാം. ഇതിൻ്റെ ചികിത്സ എന്നുള്ളത് തികച്ചും സപ്പോർട്ടീവ് മാത്രമാണ്. ഈ വൈറസിനെതിരെയുള്ള സെപ്പറേറ്റ് മരുന്നുകൾ, ആൻറ്റിവൈറൽ മരുന്നുകളുണ്ടെങ്കിലും അതിൻ്റെ ഫലപ്രാപ്തി കാര്യമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ല. അതിനാൽ ഈ അസുഖം വന്നാൽ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് ഈ നിപ്പ വൈറസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി.